ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ നേറ്റു ഇതാപ്പം ഫ്രഷായി ഒന്ന് നമ്മള് ഇന്ന് ഇന്നലെ കുറച്ച് ലേറ്റായി ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് അപ്പോൾ നേരെ വന്ന് ഒരു കിടന്നുറങ്ങി. ഇന്ന് നമ്മള് പോകുന്ന നമ്മളെ റിസോർട്ടിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മളിന്ന് വരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. നമ്മളെ ഈ റിസോർട്ട് എന്ന് പറഞ്ഞാല് ഒരു 8-10 ഏക്കർ കിടക്കുന്ന വലിയൊരു റിസോർട്ടാണ് വരുന്നത്. അപ്പം ഇതെന്താ മോർണിംഗ് ആയി നമ്മള് റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ആണ് ഇത്. ഇതാണ് നമ്മളെ റൂം കാണുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് അവിടെ സ്വിമ്മിംഗ് പൂള് കാണാം. പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ പുഴകൾ കാണാം. ഇത് കാണുന്ന പുഴയാണ്. വെള്ളം കുറവാണ് എങ്കിലും കാണാം. ഇവിടെ എസിന്റെ സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പൊ അങ്ങനത്തെ നല്ല മോർണിംഗ് വന്നാൽ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ആട്ടോ. അതുകൊണ്ട് നല്ല ആംബിയൻസ് ആണ്. ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ആക്കിയതാണ്. ഇങ്ങനെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതല്ലേ പുഴയാണ് ആ കാണുന്നത്. എന്താ അവിടെ കളിക്കുന്ന കുട്ടികൾ കളിക്കുന്ന ആംബിയൻസ് ഉണ്ട്. ഇവിടെ ഉണ്ടോ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയാൽ അങ്ങനെ പുഴയാണ്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ വരാന്തയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് അവിടെ വേറൊരു ഗാർഡനിങ് ആണ് കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. ഇവിടെ വേറൊരു വൈബ് കേട്ടോ. നല്ല ആംബിയൻസ്. നമ്മളെ ഈ റിസോർട്ടിന്റെ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണത്. ഇവിടെ ഒരു ചെസ് ബോർഡിന്റെ ഒരു കളം വരച്ചിട്ടുണ്ട്. നല്ല വേണേ കളിക്കുകയും ചെയ്യാം. ഇത് വെയിറ്റ്ലെസ് ആണ്. നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ റിസപ്ഷന്റെ ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മൾ ഇന്നലെ വന്നിറങ്ങിയ സ്ഥലം പൊളിയാണ്. ഇവിടുന്ന് ഉള്ളോട്ട് പോയ റിസപ്ഷൻ. പിന്നെ നൈറ്റോടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആട്ടോ. നമുക്ക് അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് ശരിക്കും പഴയ റിസോർട്ടാണ്. ഈ ബിൽഡിങ് കുറച്ച് പഴയ ഒരു സെറ്റപ്പിലാണ് കിടക്കുന്നത്. എന്താ ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് വെള്ളം പമ്പിങ് ആണ്. പക്ഷെ അതിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നൊരു സെറ്റപ്പാണ് ഇവിടെ. നമ്മൾ നേരത്തെ വന്നിറങ്ങിയ സ്ഥലമാണ് ഇവിടെ. അവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ ആണ് ഇത്. നമുക്ക് റിലാക്സ് ആയിട്ട് വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാട്ടത്. നല്ല വൈബാട്ടോ. ഞാൻ ഇപ്പോൾ രാവിലെ ഒരു 6:30 ആകുമ്പോൾ എണീറ്റ് ഒന്ന് ഫ്രഷായി എന്നിട്ട് ഞാൻ നല്ല ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു 6:50 ആയിട്ടുള്ളൂ. 6:50 ആയപ്പോഴത്തേക്ക് ഒരു നോർമൽ ഒരു വെളിച്ചം അങ്ങനെ പൊന്തി വരുന്നുള്ളൂ. നല്ല കിളികളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അവിടെ ഫ്രണ്ട് ഏജിൽ തന്നെ അവിടെ ഒരു ബുദ്ധന്റെ ഒരു സ്റ്റാച്യു ആണ് കേട്ടോ. തല മാത്രമുള്ള ഒരു സ്റ്റാച്യു ആണ്. പിന്നെ ആ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ആംബിയൻസിലാട്ടോ. ഇതിപ്പോ ഒരു ശരിക്കും പറയാൻ വെച്ചത് ഗുജറാത്തും ഇന്ത്യയും നമ്മളൊരു മഹാരാഷ്ട്രന്റെയും ബോർഡറിലാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തത്. അപ്പോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതാണോ ഇവിടെ റിസപ്ഷൻ. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
അവിടെ കുറെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടികളെ പാർക്ക് ചെയ്ത് ഇവിടെയാണ് തോന്നുന്നത്. ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്യും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ശരിക്കും ഇതാ ഈ ഗേറ്റ്, ഇതാണ് ഫ്രണ്ട് ഗേറ്റ് വരുന്നത്. ഇവിടെ നല്ലൊരു വ്യൂ ആട്ടോ, അങ്ങനെ ഒരു വ്യൂ. ഇവിടെയും ഗാർഡനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഒരു ദിവസം ഫുള്ള് വേണം ശരിക്കും ഇവിടെ കണ്ടു കഴിയണമെങ്കിൽ, ശരിക്കും ഒരു ദിവസം ഫുള്ള് വേണം. നമുക്ക് പറ്റുന്ന പോലെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ മാക്സിമം ഇതിൽ ഷെയർ ചെയ്യും. നമുക്ക് പൂളിന്റെ ഭാഗത്തേക്ക് ഒന്ന് പോയോ, ഇതൊരു ഹൈലൈറ്റ് ഏരിയ ആണ്. നമുക്ക് പൂളൊന്ന് നോക്കുക, ഇത് വഴികളെ കണ്ടില്ല. നമ്മളവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പൂള് കാണാൻ പറ്റും കേട്ടോ. നമ്മളെ ഒരു ഹെവി സെറ്റപ്പ് പൂളല്ല എങ്കിലും ഇതാണ് ഇവിടുത്തെ പൂള്. നല്ല ഒരു ആംബിയൻസ് ഉള്ള പൂളാട്ടോ. ഈ പൂൾ എന്താ വെച്ചാല് നമുക്ക് ഓറ് ആഴം കുറവാ, അതിനോണ്ട് ഇതിൽ ചാടി ഡൈവ് ചെയ്യാൻ പറ്റില്ല, ആഴം കുറവുള്ളൊരു പൂൾ. ഉണ്ടോ, നല്ല ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ക്ലീൻ ചെയ്യുന്നുണ്ട്. വെള്ളം റിഫ്രഷ് ചെയ്യുന്നുണ്ട്, മോർണിംഗ് ആയിട്ടുള്ളൂ, അതിനോണ്ട് ഇവര് ഒക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. കുട്ടികൾ ചാടാതൊക്കെ ഒരു കയറ് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് ആയതുകൊണ്ട് നമുക്ക് കിളികളൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ കിളികളൊക്കെ പറന്നുപോയി, നല്ല ചെറിയ ചെറിയ കിളികളെ സൗണ്ടുകളൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു ആംബിയൻസ് കേട്ടോ അവിടെ, നല്ല സൈലന്റ് ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത്. ഇത് കൻവേൽ റിസോർട്ട് എന്നാണ് ഇതിന്റെ പേരെങ്കിലും ഇത് കുറച്ച് ഉള്ളോട്ടാട്ടോ ഉള്ളത്. നമ്മളെ അതായത് വസായി എന്ന് പറയും, വസായി എന്ന് പറഞ്ഞൊരു വസായി എന്ന് പറഞ്ഞ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് വരുന്നത്. അധിക പേർക്കും ഇതിനെപ്പറ്റി വലിയ അറിവ് ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് ഈ റിസോർട്ടിനെ പറ്റിയൊക്കെ അറിഞ്ഞത്. അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മളെ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ അധികം വെജാണ് വരുന്നത്, വെജിറ്റേറിയൻസ് ആണ് ഈ ഭാഗത്ത് അധികം ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ റിസോർട്ടിന്റെ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്ന അധികം വെജിറ്റേറിയൻ ഫുഡുകളാണ്. നോൺ വെജ് ഇവിടെ അലൗഡ് അല്ല പൊതുവെ. നമുക്ക് ഇന്നലെ ഒരു നോൺ വെജ് കഴിക്കാൻ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചത്. അപ്പൊ അങ്ങനെ നമുക്ക് നോൺ വെജ് വേണ്ടവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് പോയി ഹോട്ടലിൽ പോയി കഴിക്കാം. ഇവിടെ വെജാണ് അലൗഡ് ഉള്ളത്. വെജ് എന്ന് പറഞ്ഞാൽ കുറേ വിഭവം ഉണ്ട് കേട്ടോ, പല ടൈപ്പ് ഐറ്റംസുകൾ ഇവിടെ വെജിൽ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവരും കളിക്കാനുള്ള ടേബിൾ ടെന്നീസ് ഉണ്ട്. അതേപോലെ സ്ട്രൈക്കിംഗ്, അതായത് നമുക്ക് കുട്ടികൾക്ക് കളിക്കുള്ള പല ഐറ്റംസുകളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തും ആ സൈഡിലും നമുക്ക് ഇത് കാണാൻ പറ്റും. പിന്നെ കുളിച്ച് ചെന്ന് ഇത് അതേപോലെ റെസ്റ്റ് എടുക്കാനുള്ള ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഇന്നലെ രാത്രി നമ്മള് ഒരു കുറെ ആളുകൾ പൂളിൽ പോയി കളിക്കുന്നുണ്ട്. അതിനിതാ രാത്രി ഈ ചെയറിൽ വന്നിങ്ങനെ കിടക്കാൻ പറ്റും, അങ്ങനെയുള്ള ചെയർസ് ആണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പുഴ ഇതാട്ടോ, ചെറിയൊരു പുഴയാണ്, നല്ല ഒരു സൈലന്റ് ഒരു പുഴയാട്ടോ അത് വരുന്നത്, നല്ല ആംബിയൻസ് ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ വരണ്ട ഒരു പ്രദേശമാണ്, അതിന്റെ ഒരു ഡ്രൈനസ് ആണ് കാണുന്നത്. നമ്മളെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് പച്ചപ്പാണല്ലോ കൂടുതൽ, ഇവിടെ പച്ചപ്പുണ്ട്, പക്ഷെ എങ്കിലും ഈ മണ്ണിന്റെ ഒരു കാലാവസ്ഥേന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്, കുറച്ച് ഡ്രൈ, ഒരു വരണ്ട ഒരു ഫീലാണ്. പിന്നെ വേനൽക്കാലാണ്, അതിന്റെ ഒരു ഡ്രൈനസ് ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ നാട്ടിന്റെ കേരളത്തിലുള്ള ഒരു പച്ചപ്പ് നമുക്കിവിടെ കാണാൻ പറ്റില്ല. പക്ഷെ വേറെ ടൈപ്പ് ഓഫ് നമുക്കൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഫ്രീ ടൈമിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാട്ടോ നമുക്ക്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സെറ്റപ്പുകളൊക്കെ അവിടെ, ഊഞ്ഞാലും മറ്റേ ഇങ്ങനെ നിരങ്ങി പോകുന്ന
കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ജമ്പ് ചെയ്ത് പോകുന്നതും എല്ലാം കൂട്ടണം. മോർണിംഗ് ആയതുകൊണ്ട് കണ്ടോ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ. ഈ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു സുഖം കേട്ടോ. മോർണിംഗ് ഇങ്ങനെ നീറ്റ് വന്നിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. റിലാക്സ് ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല ആംബിയൻസ് ആണ് അവിടെ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒന്ന് ടെൻഷൻ ഫ്രീ ആക്കാൻ പറ്റും. നല്ല പലരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കല്ലേ. അപ്പം ഈ ഫ്രീ ടൈമുകളിൽ എന്ത് ചെയ്യാം, നമ്മളുള്ള സമയം നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം എൻജോയ് ചെയ്ത് അടിപൊളിയാക്കാൻ നോക്കുക. വേറെ നമ്മളെ റൂമിന്റെ താഴത്തുനിന്നാണ് ഞാൻ ഇപ്പം സംസാരിക്കുന്നത്. അതിന്റെ മുകളിലാണ് റൂം. നമ്മളെ റൂം മുകളിലാണ്. അപ്പോൾ നമുക്ക് മുകളിൽ റൂം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് റൂംസ് ഒക്കെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് നമ്മളെ ഹട്ട് പോലുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അത് നമുക്ക് കാണാം. നമ്മൾ അവിടുന്ന് മേലോട്ട് കയറിട്ടോ. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അതേപോലത്തെ ഒരു ഗ്രൗണ്ട് കാണാം. അങ്ങനെ ഒരു ആംബിയൻസിലുള്ള നല്ല നമുക്ക് റിലാക്സ് ചെയ്യാം. ഈവനിങ് ഒക്കെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കളിക്കേണ്ടവർ കളിക്കാം. കുട്ടികളൊക്കെ വന്നാൽ അങ്ങനെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രൗണ്ട് ആട്ടോ. പുല്ലൊക്കെ പിടിപ്പിച്ചിട്ട് ഉണ്ടോ, നല്ല ആംബിയൻസ് കേട്ടോ. അങ്ങനെ ഫുൾ സെറ്റ് ഉണ്ടോ. കിളികളെ സൗണ്ടൊക്കെ കണ്ടില്ല, നല്ല സൗണ്ടുകൾ. പിന്നെ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുണ്ടോ, റെസ്റ്റ് ചെയ്യാം. മഞ്ഞ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കൻവേൽ റിസോർട്ട് റിലാക്സ് ചെയ്യാൻ കണ്ടോ. ഇങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. നമ്മളിങ്ങനെ എന്തിനോ വേണ്ടി ഇങ്ങനെ പണിക്ക് പോവല്ലേ. പണിക്ക് പോകണം എന്തിനു വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾ ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കല്ലേ. നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നേ ഇല്ല. നമ്മളൊരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്കൊക്കെ എന്ത് ചെയ്യുക, പറ്റുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, ഇതേപോലെ റെസ്റ്റ് എടുക്കുക. അങ്ങനെ ഫ്രീ ആയിട്ട് വെറുതെ ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ റിസോർട്ടിലോ നമുക്ക് പറ്റുന്ന സ്ഥലത്ത്. നമുക്കിപ്പോ ചിലവർക്ക് നമുക്ക് ഇതേപോലെ പുഴയോ കുന്ന് മല, ചിലവർക്ക് ചിലപ്പം സിറ്റി ആയിരിക്കും താല്പര്യം. സിറ്റിയിൽ ഉള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പൊ അവിടെ ഇങ്ങനെ പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. ഇടയ്ക്ക് ഇങ്ങനെ ആകാശമൊക്കെ നോക്കുക. ഞാൻ ഇന്നലെ ആണ് കുറെ കാലത്തിന് ശേഷം ആകാശ ചന്ദ്രനൊക്കെ ഒന്ന് നോക്കുന്നത്. നമ്മള് ചന്ദ്രനും നക്ഷത്രമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലില്ലല്ലോ. അപ്പോൾ നമ്മള് ഒന്ന് റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഒന്ന് മേലോട്ട് നോക്കുമ്പോഴാണ് ഇവിടെ ചന്ദ്രനുണ്ട്, നക്ഷത്രമുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. നമുക്കൊരു ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മള് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ടെറസിന്റെ മുകളിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ആകാശമൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഒന്ന് എൻജോയ് മൂഡിലേക്കും കൂടി നമ്മൾ കൊണ്ടുപോവുക. ഇവിടെ ഒരു ഒറ്റമൈനെ കിട്ടിട്ടോ നമുക്ക്. അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലേ, ഹട്ടല്ല മീൻസ് സിംഗിൾ റൂം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല ആംബിയൻസ് കേട്ടോ. ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ കുറേ ദൂരം നടക്കാൻ കേട്ടോ. കുറേ ഏരിയ ഇങ്ങനെ പരന്ന് കിടക്കാം. അതായത് നമുക്ക് സിംഗിളായിട്ട് ഒരു ഫാമിലിക്ക് വേണം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു സിംഗിൾ റൂം ഉള്ളൊരു ഒരൊറ്റ ഇതിലുള്ള അതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റും. അങ്ങനത്തെ ഹട്ടുകൾ വരുന്നുണ്ട്.
ഉണ്ടോ. അപ്പൊ അങ്ങനെ റൂമിലേക്കൊക്കെ ഓടുന്ന ഒരു വണ്ടി ഉണ്ട്, ചെറിയൊരു ഓട്ടോ പോലുള്ള. ആ ഓട്ടോയിൽ ഇങ്ങനെ ഈ നടപ്പാതയിലോട്ട് പോയിട്ട് റൂമിലേക്ക് ഓടുക. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാ, വണ്ടിയിൽ പോവാം. നമ്മളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ ഒരു വാക്കിങ്ങിന് വേണമെങ്കിൽ പോകാം. പിന്നെ ഇത് അതിന്റെ ഓപ്പോസിറ്റ് കണ്ടില്ല, അങ്ങനത്തെ ഒരു ഡ്രൈ ലാൻഡാണ്. നമുക്ക് ഇങ്ങനെ നടപ്പാത, ഇന്റർലോക്ക് ഒക്കെ ഇട്ടിട്ട് ഉള്ള ഒരു നടപ്പാതയാണ്. ഇവിടെ ഒരു കിളിക്കൂട്ടുണ്ടോ കേട്ടോ, കിളിയല്ലേ അതോ, കിളിക്കൂട് തന്നെയാ കേട്ടോ. നടപ്പാതേന്റെ അടുത്ത് തന്നെ കിളിക്കൂടുണ്ട്. ലവ് ബേർഡ്സ് ആട്ടുള്ളു. കാണുന്നുണ്ടോ അറിയില്ല. ഇത് ചെറിയ ഗ്രില്ലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എല്ലാ റൂമിന്റെ അടുത്തും ഗാർഡനിങ് ആട്ടോ. അതേപോലെ ഇങ്ങനെ ഗാർഡനിങ് ആയിട്ട് ഫുൾ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കൂടെ കുറേ സ്റ്റാഫുകളുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള. അവർക്ക് നല്ല രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത്ര ഏരിയ ഉണ്ട് കേട്ടോ. ഹെവി സെറ്റപ്പ് അല്ല, എന്നാലും കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ നോൺ വെജ് അലൗഡ് അല്ല. നമ്മൾ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു സാധാരണ എന്താ ചോദിച്ചാൽ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ സെറ്റപ്പ് ആക്കിയ അവിടെ നിന്നാണ് നമുക്ക് ഫുഡ് തരാറ്. ഈവനിങ്ങിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഷെഡ് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പുല്ല് മേഞ്ഞിട്ടുള്ള ഷെഡാണിത്. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ അതിര് പോലെ ഇവിടെ ഒരു ചെറിയൊരു ഗ്രില്ല് മാത്രമേ ഇട്ടിട്ടുള്ളൂ. മൊത്തം ഒരു സ്ഥലം തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഇവിടേക്കൊന്ന് ഒറ്റയ്ക്ക് വരുമ്പോൾ പേടിയാവും. ഇപ്പോൾ ഇവിടെ ആള് കുറവാന്ന് തോന്നുന്നു. ഓഫ് സീസൺ അല്ലേ, അതിനോട് ഇവിടെ ആള് കുറവാണ്. ഒരു പെട്ടെന്നൊരു നോക്കുമ്പോൾ ഒരു ഫോറസ്റ്റ് സെറ്റപ്പാണ്. എന്താ മരങ്ങള്, കിളികളെ സൗണ്ടുകളൊക്കെ നല്ല ഇങ്ങനെ കേൾക്കാം. അവിടെ പിന്നെ സേഫ്റ്റിക്ക് CCTV ഒക്കെ ഉണ്ട് കേട്ടോ. CCTV ഉണ്ട്. അപ്പം അങ്ങനത്തെ വലിയ പ്രശ്നം, സേഫാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്വന്തമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമുക്കങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ നടക്കാം, എൻജോയ് ചെയ്യാം. ഒരു സൈലന്റ് പ്ലേസാണ് ഉണ്ടോ. ചീവിടിന്റെ സൗണ്ട് ഉണ്ടല്ലേ. ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഇവിടെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകാം, വാക്കിങ് നടത്താം. പിന്നെ നമുക്ക് വേണേൽ ഒറ്റയ്ക്ക് റിലാക്സ് ചെയ്യാൻ ഇവിടെ സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് അവിടെയൊക്കെ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില്ല് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാം. ഫ്രണ്ട്സായിട്ട് വരുന്നെങ്കിൽ അങ്ങനെ വരാം, ഫാമിലി ആയിട്ട് വരാം. ഓരോന്നിനും ഓരോ വൈബാണല്ലോ. നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ചിലർക്ക് വാക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വാക്ക് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്കുണ്ട് അവിടെ സീറ്റ് ഇരിക്കുന്നത്, നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ നമുക്ക് ഒരു ഊഞ്ഞാലുണ്ട്, നമുക്ക് അവിടെ നിന്ന് റിലാക്സ് ചെയ്യാം. ഊഞ്ഞാല് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കണ്ടോ ഊഞ്ഞാലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പുഴ അവിടെ. അതിങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ആരും രാവിലെ നീക്കുന്നില്ലെന്ന് തോന്നുന്നു. ആരും നടക്കുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആരും നടക്കുന്നത് ഞാൻ കണ്ടില്ല. ഒരു നല്ല നേരത്തെ നടന്നോന്ന് അറിയില്ല. ഞാനൊരു 6:45 ഇറങ്ങിയിട്ടുള്ളൂ. ഇവിടെ നല്ല കിളികളൊക്കെ ഉണ്ട് കേട്ടോ. കിളികള്, പിന്നെ ഈ പുഴേന്റെ സൗണ്ട് കേൾക്കാം, എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുഴയിൽ വെള്ളം കുറവാട്ടോ. ഇവിടെ ഒരു ഗ്രില്ലിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഡ്രൈ ആയിട്ട് കിടക്കാണ്. നമ്മൾ അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ
ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ സെറ്റപ്പ് കേട്ടോ. ഇങ്ങനെ സിംഗിൾ റൂമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. രാത്രിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഇത് ഏറ്റവും എൻഡിലേക്ക് കേട്ടോ ഞാൻ വന്ന്. റിസോർട്ടിന്റെ അങ്ങേ തലേന്ന് ഇങ്ങേ തലയിലാണ് അറ്റത്ത് ചെയ്യാൻ വന്നത്. ഇതാണ് ഇവിടുത്തെ ഏകദേശം എൻഡ് എന്നാണ് എൻ്റെ ഒരു അറിവ്. യെസ്, ഇത് തന്നെയാണ് ഇവിടുത്തെ എൻഡ് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പം ഇവിടെ കുറച്ച് ആൾക്കാരാണ് ഉള്ളതെങ്കിൽ അവർക്കുണ്ടോ ചെറിയ ഫുഡും സെറ്റപ്പൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു നമ്മള് ബുഫേ പോലെ അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതവിടെ എല്ലാത്തിനും ഡീറ്റെയിൽസ് ഇപ്പം ഓരോ വാണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലീസ് പുട്ട് ഗുഡ്ക കവർ, ചോക്ലേറ്റ് റേപ്പ്, ബിസ്ലറി ബോട്ടിൽ ക്യാപ്സ്, ഇൻഡസ്ട്രീസ് യൂസ് കീപ് ക്ലീൻ. നമ്മളെ വേസ്റ്റ് ഒന്നും ഇടാതിരിക്കുക ഇവിടെയൊക്കെ. പിന്നെ ഇവിടുത്തെ പരിപാടിക്ക് ഇവിടുത്തെ വർക്കേഴ്സിനുള്ള ഒരു ട്രാക്ടർ ഉണ്ട് കേട്ടോ. ഒരു പഴയ ട്രാക്ടർ കേട്ടോ, നല്ല പഴക്കമുണ്ട്. ഇത് കണ്ടാലറിയാം, നല്ല ഭംഗിയുണ്ട് കേട്ടോ ട്രാക്ടർ. അപ്പൊ നമ്മളെ റിസോർട്ടിന്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ് ആട്ടത്. ഇവിടെ ഇങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാവും. അവിടെ ഒരു ചേട്ടൻ റിലാക്സ് ചെയ്യുന്നു. പുഴയിലേക്ക് നോക്കിയിട്ടുള്ളൊരു വ്യൂ ആണത്. അപ്പം ഇത്രയാണ് നമ്മളെ റിസോർട്ടിൻ്റെ ഏരിയകൾ. അപ്പം നമ്മളെ റിസോർട്ടിൽ നമുക്ക് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.